നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആരും മിത്രയും കൂടെ ഒരു ഹോട്ടൽ റൂം എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്ത് മിഥുൻ അവിടെ ഉണ്ടായിരുന്നു. മിഥുൻ അവരെ തന്നെ നോക്കുവാണ്. ആ സമയം മിത്രയോട് ആര്യം പറഞ്ഞു, ശരി അന്ന് നമുക്ക് ഇവിടെ തന്നെ റൂം എടുക്കാന്ന് പറഞ്ഞു. കാരണം അവർക്ക് റൂം കൊടുക്കണമെങ്കിൽ അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിക്കണമായിരുന്നു. അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് ആ അയാൾക്ക് തോന്നണം പോലും. പക്ഷെ ഭാഗ്യത്തിന് മിത്രയുടെ കയ്യിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. മിത്ര അത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ റൂമിന് വേണ്ടിയിട്ട് ഉള്ള പേപ്പർ രജിസ്റ്ററൊക്കെ സൈൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് കൊടുത്തു. ആ സമയത്ത് മിത്ര അങ്ങ് തിരിഞ്ഞു നിൽക്കുകയാണ്. പെട്ടെന്ന് ആര്യനാ കാഴ്ച കാണുന്നത് മിഥുനെ പോലെ ഒരാൾ നിന്ന പോലെ ആര്യന് തോന്നുവാണ്. ഒരു നിമിഷം ആര്യന് സൈൻ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കണ്ടില്ല. തനിക്ക് തോന്നിയതാണോ താൻ മിഥുനെ ഒന്ന് ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ അപ്പം തൊട്ട് തൻ്റെ മനസ്സിലൊരു ടെൻഷനുണ്ട്, ഇനിയിപ്പം മിഥുനാണോ എന്നൊരു ചിന്ത. പക്ഷെ ആര്യം തലയെടുത്ത് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ആര്യൻ്റെ മുഖത്തെ ആ വെപ്രാളം കണ്ടു കഴിഞ്ഞപ്പോൾ മിത്ര ചോദിച്ചു, എന്താ ആര്യ, എന്തേലും പ്രശ്നമുണ്ടോ? ഞാൻ മുമ്പായിട്ട് ശ്രദ്ധിക്കുന്നു, എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നുന്നുണ്ട്. ആര്യൻ എന്തിനോ ഭയക്കുന്ന പോലെ എന്തേലും ഉണ്ടോ? അങ്ങനൊന്നും ഇല്ലാന്ന് പറയണം. ശരി, ഒരു സിംഗിൾ റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേക്കൻ്റ് ആയിട്ട്. അങ്ങനെ ആ സിംഗിൾ റൂമാണ് അവർക്ക് കിട്ടിയത്. മിത്ര പറഞ്ഞ് സിംഗിൾ ആണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ വേറെ ഒരിടത്തും അലിഞ്ഞു തിരിയാനായിട്ട് പറ്റില്ല. എവിടെയെങ്കിലും കയറി ഒന്ന് കിടക്കണം, പിറ്റേ ദിവസം എക്സാം എഴുതണം, എന്നിട്ട് തിരികെ പോകണം. ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലതായിട്ട് രണ്ടുപേരും ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ദൂരം ആര് ലോറി ഓടിച്ചോണ്ട് വന്ന, അതും വെറു ലോറിയല്ല, ചരക്ക് ലോറിയാണ്. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആര്യന്. അപ്പം ആര്യനെ ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് മിത്ര അങ്ങനെ പറയണേ. അങ്ങനെ അവർക്ക് റൂമൊക്കെ പറഞ്ഞു കൊടുത്ത് രണ്ടുപേരും റൂമിലേക്ക് പോവാണ്. ആ സമയത്ത് മിഥുൻ നോക്കി. മിഥുനാണെങ്കിൽ ഇവരുടെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ വരുന്നത്, എങ്ങോട്ടാ വരുന്നതെന്നൊക്കെ എല്ലാം നോക്കി കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ മിഥുന്. എങ്ങനെയെങ്കിലും മിത്രയെ കയ്യിലെടുക്കണം. കാരണം അവളെ തനിക്ക് വേണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് മിഥുൻ ഇങ്ങോട്ടേക്ക് വന്നത് പോലും. പക്ഷേ മിഥുനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് അവനെ വെറുതെ വിട്ടോ, അതിനെക്കുറിച്ചൊന്നും നമ്മൾക്ക് കൂടുതലായിട്ട് അറിയില്ല. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും അവനിപ്പോൾ പുറത്തുണ്ട്, അവൻ ജയിലിലുമല്ല. ഒരു പക്ഷേങ്കിൽ പോലീസുകാർ അവനെ വെറുതെ വിട്ട് കാണുമായിരിക്കണം. അങ്ങനെ മുറിയിലേക്ക് മിത്ര ആര്യനും കൂടെ വരിക. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആര്യനോട് മിത്ര പറഞ്ഞു, അല്ല ഞാനേ മുമ്പ് തൊട്ട് ചോദിക്കുന്ന കാര്യമാണ്, എന്താ ആര്യ, ആര്യന് എന്തേലും പ്രശ്നമുണ്ടോ? ആര്യം പറഞ്ഞു, എന്ത് പ്രശ്നം? എന്തോ ഒരു കാര്യമുണ്ട്. ആ ഹോട്ടലിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാ. ഫുഡ് മേടിക്കാൻ കയറുന്നോടം വരെ ആര്യം നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷെ അതിന് ശേഷം ആര്യൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് കടന്നു കൂടിയിട്ടുണ്ട്. എന്താണെങ്കിലും തുറന്നു പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു ഒളിച്ചുകളിയുടെ ആവശ്യമുണ്ടോ? അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഞാൻ നീ വിഷമിക്കുന്നല്ലോ എന്ന് കരുതിയിട്ടാ പറയാതിരുന്നേ. പക്ഷെ പറയാതിരുന്നിട്ടും കാര്യമില്ല, ഞാൻ പറയാം. അവിടെ വെച്ച് ഞാൻ ആ മിഥുനെ കണ്ടായിരുന്നു. മിഥുനെയോ? മിത്ര ഞെട്ടി. അതെ, അവനവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടോ അവന് ഞാൻ നേർക്ക് നേരെ കണ്ടു. പക്ഷെ എങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കടന്നു കളഞ്ഞെന്ന് പറയണം. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അത് അവിടെ വെച്ച് കണ്ടല്ലേ, അപ്രത്യക്ഷമായിട്ട് കണ്ടല്ലേ, അതോർത്ത് ആരെയും ടെൻഷൻ അടിക്കണ്ട. ഇനി അവൻ വന്ന് നമ്മുടെ മുന്നിൽ വന്ന് പെടുവാണെങ്കിൽ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. ആര്യം പറഞ്ഞു, ഇല്ല, ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. അവൻ നമ്മുടെ കൺമുന്നിലേക്ക് വരട്ടെ, അവനൊട്ടുള്ള പണി നമുക്ക് കൊടുക്കാന്ന് പറയാം. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അത് ശരിയാ. കാരണം വീട്ടിൽ വന്നു അന്ന് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് അവന്. പക്ഷെ ഇനി രക്ഷപ്പെടാൻ വഴിയില്ല. ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വെറുതെ പെടുത്തില്ല. കാരണം അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ. കാരണം കല്യാണത്തിന് പോകുന്നു പറഞ്ഞാൽ രണ്ടുപേരെ ഇറങ്ങിയിരിക്കുന്നത്, പരീക്ഷയ്ക്ക് പോകുന്നു പറഞ്ഞിട്ട് പോലും ഇല്ല. ആ സമയത്ത് ഇനിയിപ്പം ഇതിനെയും കൂടെ കണ്ടെന്ന് പറഞ്ഞാൽ തീർന്നു. അതും ട്രെയിനിന് പോകുന്നു പറഞ്ഞിട്ട് ലോറിക്കാ രണ്ടുപേരും കൂടെ കയറി വന്നിരിക്കുന്നത്. അപ്പം രണ്ടുപേരുടെയും കള്ളത്തരങ്ങളും ചതി അറിഞ്ഞാൽ ബാലിന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം മിത്രയ്ക്കും ആരും നന്നായിട്ടറിയാം. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും മിത്രയ്ക്കുണ്ടായിരുന്നു. ഒരു അപകടം കൂടാതെ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് പറ്റിയാൽ മതി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് മിത്രയ്ക്ക് ഭയമുണ്ട്. ആരുടെ ഭയം അതല്ല, മിത്രയുടെ എക്സാം കഴിയുന്നോടം വരെയാണ്. എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊരു ചിന്ത ആരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ രാത്രിയിൽ അവരെങ്ങനെ കിടക്കുകയാണ്. ഒരു സിംഗിൾ ബെഡ്റൂമാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരു കട്ടിലെ തന്നെ രണ്ടുപേർക്കും കിടക്കേണ്ടി വന്നു. ആര്യം പറഞ്ഞ് ഞാൻ നിലത്ത് കിടന്നോളാം എന്നൊക്കെ പറഞ്ഞ, പക്ഷെ മിത്ര സമ്മതിച്ചില്ല. മിത്ര പറഞ്ഞ് നിലത്ത് കിടക്കേണ്ട കാര്യമൊന്നുമില്ല, അതും ആര്യൻ ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്നതല്ലേ, വേണം ഞാൻ നിലത്ത് കിടക്കാം. പക്ഷെ ആര്യം പറഞ്ഞു, വേണ്ട, നീ നിലത്ത് കിടന്നാലേ വല്ല തണുപ്പ് പിടിച്ച നാളെ നിനക്ക് വല്ല പനിയും പിടിച്ച നാളെ എക്സാം എഴുതാൻ പോകണ്ടല്ലേ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അങ്ങനെ കൊണ്ട് കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കട്ടിലേ കിടക്കാം.
ആരിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് കുഴപ്പമില്ല. അങ്ങനെ അവരുടെ പേരും കൂടെ കിടന്നു. ക്ഷീണം കൊണ്ട് മിത്ര കിടന്നപടി തന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോവാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ആരും നോക്കിയപ്പോ ആരിനെ കെട്ടിപ്പിടിച്ച് കിടക്കുക മിത്ര. ആര് ആരിന്റെ ദേഹത്തേക്ക് കൈയൊക്കെ എടുത്തിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോഴേക്കും ആനെന്തോ ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നി മിത്രയോട്. ആര്യൻ മിത്രയുടെ അടുത്തിരുന്നു. പിന്നീട് മിത്രയുടെ നെറ്റിയിൽ ഒരു ഉമ്മ വെക്കുക. മിത്ര നല്ല ഉറക്കത്തിലായിരുന്നു. ആന് മിത്രയോട് ഭയങ്കര വല്ലാത്തൊരു സ്നേഹമൊക്കെ തോന്നി. കാരണം അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നേ. അവൾക്കിപ്പോൾ തന്നെ ജീവനാന്നുള്ള കാര്യം ആരിന് നന്നായിട്ടറിയാം. ഇന്ന് വരെ അവർ കുടുംബജീവൻ നയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ അവൾക്ക് തന്നെ ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് തന്നെ ഇഷ്ടമാന്നുള്ള കാര്യം ആ സത്യം ആരും പണ്ടേ തിരിച്ചറിഞ്ഞാണ്. തനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറായിട്ട് നടക്കുന്ന ആണ് മിത്ര എന്നുള്ള കാര്യം അറിയാം. അങ്ങനെ ആര്യൻ എന്ത് ചെയ്തു? ആര്യം മിത്രയെ കെട്ടിപ്പിടിക്കുകയാണ്. അവരെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുവാണ്. അപ്പൊ ഈ ഉറക്കത്തിന്റെ ഇതായതുകൊണ്ട് മിത്ര അത് അറിഞ്ഞത് പോലും ഇല്ല. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ദേവമംഗലത്ത് ബാലൻ പതിവ് പോലെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പോയിട്ട് വന്ന് പത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത്. ഗോമതി വന്നു കഴിഞ്ഞപ്പം ബാലൻ ചോദിച്ചു, അല്ല അവര് വിളിക്കാൻ മറ്റോ ചെയ്തോ? ഇല്ല, വിളിച്ചില്ല. രാവിലെ തിരക്കായിരിക്കില്ലേ, കല്യാണ തിരക്കായിരിക്കില്ലേ, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല ബാലേട്ടാ. അല്ല, എന്താ ബാലേട്ടനൊരു ആലോചന? ഒന്നുമില്ല. അവര് പോയിട്ടൊരു വിവരവും ഇല്ലല്ലോ, അതുകൊണ്ടൊരു ടെൻഷനേ. കുട്ടികൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്നോടം വരെ കാരണന്മാർക്കൊരു ടെൻഷനായിരിക്കും. എന്റെ ബാലേട്ടാ, അവര് കല്യാണത്തിനല്ലേ പോയത്. പോരാത്തിന് കൊച്ചു കുട്ടികളൊന്നുമല്ല, ഭാര്യ ഭർത്താക്കന്മാരല്ലേ. നിനക്കത് പറയാം. പക്ഷേ എങ്കിലേ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇത്ര ദൂരത്തേക്കൊക്കെ പോകുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ നിങ്ങളെല്ലാരും കൂടെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ അവരെ വിട്ടെ, അല്ലാരും ഞാൻ വിടത്തില്ലായിരുന്നു. ഗോമതി പറഞ്ഞു, അവർക്കിപ്പോൾ എന്ത് സംഭവിക്കാനാ? അവര് കല്യാണം കൂടി അടിച്ചു പൊളിച്ചു വരും. അല്ലെങ്കിലും കല്യാണത്തിന് ശേഷം അവരൊരിടത്തും പോയിട്ടില്ലോ. അവര് പോയിട്ട് വരട്ടെ. അതിന് ബാലേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറയണം. പിന്നീട് ബാലു ഒന്ന്, ശരിയാ, എന്തിനാ ടെൻഷൻ അടിക്കണേ? അവര് പോയിട്ട് ഇങ്ങോട്ട് വരുമല്ലോ. പക്ഷെ വിളിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബാലനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ശ്രീദേവി കടയിലേക്ക് പോകാനായിട്ട് റെഡിയാവണം. ആനന്ദ് പറഞ്ഞു, ദേവി ഞാൻ നിന്നെ കൊണ്ടുവിടാന്ന് പറയണം. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടൻ എന്നും വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ആനന്ദേട്ടൻ പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പോവാനാ? അതെ, ആനന്ദേട്ടൻ പോയിക്കോ, ഞാൻ തനിച്ച് പോയിക്കോളാം. ആനന്ദ ദേവി അങ്ങനെ പറയണേ, നിന്നെ എന്ന് ഞാൻ കൊണ്ടുവിടുവല്ലേ? അതിന്റെ കാര്യമൊന്നുമില്ല ആനന്ദേട്ടാ, ഞാൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ട് ഇറങ്ങുന്നുള്ളൂ. ആനന്ദേട്ടൻ കൃത്യസമയത്ത് തന്നെ എത്തണ്ടേ, അതുകൊണ്ട് ആനന്ദേട്ടൻ പോയിക്കോളാൻ പറയണം. അങ്ങനെയെങ്കിലും ആനന്ദ് പോലുമെന്ന് കരുതിയിട്ടാ ശ്രീദേവി പറയുന്നത്. കാരണം ആനന്ദിനോടൊപ്പം പോയ കാര്യങ്ങൾ നടക്കില്ല. അവിടെ ചെന്ന് ഇന്നും ആ കമ്പനിയുടെ മുന്നിൽ കൊണ്ട് നിർത്തും. തന്നെ സെക്യൂരിറ്റി കാണാൻ പിടികൂടും. ഒരു പക്ഷേങ്കിൽ ആനന്ദേട്ടൻ്റെ മുന്നിൽ വെച്ച് പിടികൂടിയ താൻ നാണം കിടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ശ്രീദേവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ താൻ രാത്രി കിടന്ന് ഉറക്കപ്പിച്ചുമ്പോഴും പറയുക, ഹോട്ടലിലാന്നുള്ള വിചാരത്തിൽ കിടന്ന് ഓരോന്നൊക്കെ പറയണേ. ആനന്ദേട്ടൻ എന്തെങ്കിലും സംശയം ഉണ്ടോയെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒടുവിൽ ആനന്ദിനെ പറഞ്ഞു വിട്ട് ശ്രീദേവി തന്നെയാണ് പോകുന്നത്. അപ്പോഴേക്കും ഗോമതി വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ ഇന്ന് തന്നെയാണോ പോകുന്നതൊക്കെ ചോദിക്കണം. അതമ്മേ, എനിക്ക് ഇത്തിരി താമസിച്ച് ഇറങ്ങിയാൽ മതി, അതുകൊണ്ടെന്ന് പറയാം. പക്ഷെ കടയിൽ ചെന്ന് കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യം അറിയാം. അങ്ങനെ ശ്രീദേവി കടയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാനേജർ കുറെ ചീത്ത, നിങ്ങൾക്ക് തോന്നുമ്പോൾ വരാനും പോകാനാണോ ഞാൻ സ്ഥാപനം വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് നേരത്തെ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. അത് പിന്നെ സാറേ, ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിനക്ക് ശമ്പളമാണ് തരുന്നത്, അതനുസരിച്ച് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞു. ശ്രീദേവിക്ക് സഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശ്രീദേവി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അതേ സമയത്ത് അലോകിനെ കാണാനായിട്ട് അനുസരി ചെല്ലുവാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലോക് പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ വഴിയിൽ നിന്നുള്ള സംസാരമൊന്നും വേണ്ട. അനുമോളെ, വഴിയിൽ നിന്ന് സംസാരം നടത്തി ചിലപ്പോൾ ആരെങ്കിലും കണ്ടാൽ നിന്റെ വീട്ടുകാരോ എൻ്റെ വീട്ടുകാരോ കൊണ്ട് പ്രശ്നമാവും. പിന്നെ നിന്റെ വീട്ടിലറിഞ്ഞാൽ അറിയാലോ. തേമേ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അലോകെ, അങ്ങനെയൊന്നും സംഭവിച്ചാൽ എൻ്റെ അമ്മ എന്നെ വെറുതെ വിടുവോ? അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ചെറിയ സംശയങ്ങളൊന്നും ഇല്ലാതിരിക്കുക. ഇനിയിപ്പം സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർന്നു. പിന്നെ അച്ഛൻ്റെ കാര്യം ചിന്തിക്കാൻ കൂടി പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പല റെസ്റ്റോറൻറ്റിലേക്കും പോവാം. റെസ്റ്റോറൻറ്റിലേക്കാ? അതെ. എൻ്റെ കൂടെ വരാൻ നിനക്ക് വല്ല മടിയുണ്ടോ? അലോകിൻ്റെ കൂടെ വരാൻ എനിക്കെന്താ ബുദ്ധിമുട്ട്? അങ്ങനെ അലോകിൻ്റെ ബൈക്കിന് പിന്നിൽ അനുശ്രീ കയറി. ആദ്യമായിട്ടാണ് അങ്ങനെ ബൈക്കിന് പിന്നിൽ കയറുന്നത്. അലോക് പറഞ്ഞു, എന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ചിരുന്നോളാനൊക്കെ പറയണം. പിന്നീട് അനുശ്രീക്ക് ഒരു ഹെൽമെറ്റ് കൊടുത്തു. അങ്ങനെ അലോകിൻ്റെ ബൈക്കിന് പിന്നിലിരുന്ന് അനുശ്രീ പോകുക. അനുശ്രീക്ക് ഭയങ്കര സന്തോഷം തോന്നി. താൻ സ്നേഹിക്കുന്ന പുരുഷനോടൊപ്പമുള്ള യാത്ര. പക്ഷെ അലോകിൻ്റെ ചതി അനുശ്രീക്ക് അറിയത്തില്ലോ. അങ്ങനെ അവർ നേരെ ചെല്ലുന്നേ ശ്രീദേവി ജോലി ചെയ്യുന്ന ആ റെസ്റ്റോറൻറ്റിലേക്കാണ്. അലോക് പറഞ്ഞു, ഇവിടെയാണ് പിന്നെ അധികം നമ്മൾ അറിയുന്ന ആൾക്കാരൊന്നും ഉണ്ടാകത്തില്ല, ഇച്ചിരി മാറിയുള്ള റെസ്റ്റോറൻറ്റല്ലേ, അതുകൊണ്ടാണ് നിന്നെയും കൊണ്ടുവന്നേ.
അത് കുഴപ്പമില്ല ലോകെ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കയറുവാണ്. ആ സമയത്താണ് ശ്രീദേവി ആ കാഴ്ച കാണുന്നത്. അവരങ്ങോട്ട് കയറി വരുന്നത്. ഒരു നിമിഷം ശ്രീദേവി ഞെട്ടിപ്പോയി. ശ്രീദേവി ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാഴ്ചയായിരുന്നില്ലത്, ഇങ്ങനെയൊരു ടെസ്റ്റ്. അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.